പ്രതിപക്ഷം മനസ്സിൽ പോലും കണക്ക് കൂട്ടാത്ത ഒരു വലിയ വിജയമാണ് BJP ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങിയത്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെ BJP കാഴ്ചവെച്ചു. പക്ഷെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഈ മുന്നേറ്റങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ മറുപടി നൽകാൻ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വരുന്നത് നമുക്കെവിടെയും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ലഭിച്ച ഒരു നേരിയ മുൻതൂക്കം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം വോട്ട് ബാങ്കായി എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരുടെ, അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ NCPയുടെയോ നേതാക്കന്മാരുടെ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തന മികവ് കൊണ്ടല്ല ലഭിച്ചിട്ടുള്ളത്. മറിച്ച് ബംഗാളിലെ അവസ്ഥ നേരെ തിരിച്ചാണ്. ബംഗാളിൽ മമതാ ബാനർജിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് ഓരോന്നായി മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നതിന് ശേഷം തൃണമൂൽ കോൺഗ്രസ് വലിയ രീതിയിലുള്ള തകർച്ചയാണ് നേരിട്ടത്. അത് പല രീതിയിലും തകർച്ച നേരിട്ടു എന്ന് വേണം പറയാൻ. പല മുനിസിപ്പാലിറ്റികൾ അടക്കം BJP പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് ബംഗാൾ സമ്മാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിനെ പ്രതിരോധിക്കണമെന്നുള്ള രീതിയിൽ മമതാ ബാനർജി മുന്നോട്ട് വന്നപ്പോൾ ശക്തമായ ഒരു തിരിച്ചുവരവ് തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ നടത്തിയിരിക്കുകയാണ്. ഇത് മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു വലിയ പാഠം തന്നെയാണ്. ബാട്ട്പാറ മുനിസിപ്പാലിറ്റി, 34 അംഗങ്ങളുള്ള ഈ ബാട്ട്പാറ മുനിസിപ്പാലിറ്റിയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ MLAമാർ BJPയിലോട്ട് കൂറുമാറി പോവുകയായിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല. എന്നാൽ നിർണായക യോഗങ്ങൾക്കും ചില നിർദ്ദേശങ്ങൾക്കും ശേഷം BJPയിലേക്ക് കടന്നുപോയ തൃണമൂൽ കോൺഗ്രസിൻ്റെ കൗൺസിലർമാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു നീക്കം മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുകയുണ്ടായി. ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ബംഗാളിൽ നടന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു കാണേണ്ട ഒരു കാര്യം. അങ്ങനെ പോയവരിൽ നിന്ന് പലരും തൃണമൂൽ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നപ്പോൾ BJP പിടിച്ചെടുത്ത ബാട്ട്പാറ മുനിസിപ്പാലിറ്റി വീണ്ടും തൃണമൂൽ കോൺഗ്രസിൻ്റെ കൈകളിലേക്ക് തന്നെ വരികയും ചെയ്തു. അങ്ങനെ നിരവധി മുനിസിപ്പാലിറ്റികൾ BJP കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ തങ്ങൾ പിടിച്ചെടുക്കുമെന്നുള്ള ഒരു വലിയ നിർദ്ദേശം BJPക്ക് നൽകിയിട്ടുണ്ട്. അണികളൊക്കെ, തൃണമൂൽ കോൺഗ്രസിൻ്റെ അണികളൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഉന്മേഷത്തിൽ ബംഗാളിൽ രണ്ടും കൽപ്പിച്ച് തയ്യാറായിരിക്കുകയാണ്. BJPയിലേക്ക് പോയിരുന്ന പല നേതാക്കന്മാരെയും ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് നേരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് മമതാ ബാനർജി. അവിടെയാണ് മമതാ ബാനർജി വ്യത്യസ്തയാവുന്നുള്ളത്. കാരണം മറ്റുള്ള നേതാക്കന്മാരൊക്കെ കണ്ടുപഠിക്കേണ്ട, അല്ലെങ്കിൽ പാഠം ഉൾക്കൊള്ളേണ്ട ഒരു നേതാവ് തന്നെയാണ് മമതാ ബാനർജി. കാരണം ഒരിടത്ത് പരാജയം സംഭവിച്ചപ്പോൾ ആ പരാജയത്തിൽ പേടിച്ചുകൊണ്ട് ഒതുങ്ങിപ്പോകാതെ വീണ്ടും വിജയിച്ചു കയറാനുള്ള സാധ്യതകളുണ്ട് എന്ന് മുന്നിൽ കണ്ട് പൊരുതി ജയിക്കാനുള്ള മമതയുടെ പടയോട്ടം പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ ഒരു ഉന്മേഷം തന്നെയാണ് നൽകുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അണങ്കൂർ, കാസർഗോഡ്.